ആള് തന്നെയാണ് ചോദിക്കുന്നത്. എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ നിന്നാണ്, മക്കത്തു നിന്നാണ്, മസ്കത്തു നിന്നാണ്. ഈ നിലക്കുള്ള മറുപടിയും പറഞ്ഞ് പലവരും പൊതുജനങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരെ വഴികേടിലേക്കാക്കുക. എന്നാൽ ഈ അങ്ങനൊരു സാധനം റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനൊരു മുടിക്കെട്ട് അനന്തരാവകാശമായി കൈവശമായിട്ട് ഇതുവരെ ഏതാളെടുത്താണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ആ വക നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വർത്താനവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. മഹാനായിരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റളിയല്ലാഹു അൻഹു ഫതാബൽ കുബ്രയിലെ മഹാനവറുകൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ അടുത്തൊരു മുടിയുണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അയാളത് ഉപയോഗിച്ചിരുന്നു, അയാളെ ശേഷക്കാർ. ഇങ്ങനെ ചുരുക്കം ചില വിഷയങ്ങളൊക്കെ കാണുന്നു എന്നല്ലാതെ ഇത്തരത്തോളം ഒരു മുടിക്കെട്ട് കൊണ്ടിടക്കുന്നതായിരിക്കുന്ന ഒരു പരിപാടി കാണുന്നില്ല. പിന്നെ അതിനെ സംബന്ധിച്ച് നാട്ടിൽ ജനങ്ങളിടയിൽ അത് വലിച്ചു പൊളിച്ചിട്ട് പല ജാതി ഒച്ചപ്പാടുകളും മറ്റും ഉണ്ടാക്കിയത് കൊണ്ടിട്ട് എന്ത് കാര്യം? അതിന്റെ പേരിൽ എത്ര തല്ലും വെക്കാണും വഴക്കും വെക്കാണും ഉണ്ടായി തീർന്നു. നല്ലതായൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ എത്ര നന്നു. ആ വക യാതൊരു വിഷയവുമില്ല. ഏതാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമനെ കൊണ്ടിട്ട് തീരുമാനമെടുപ്പിച്ചു. അതിന്റെ സാക്ഷാൽ അടിസ്ഥാനം വെടിപെട്ട് മനസ്സിലാകുന്നതുവരെ പൊതുജനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതിന്റെ വയ്യാലെ പോകരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല കാര്യങ്ങളിലും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പലതിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് സമസ്തയുടെ നില. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളിൽ നടപ്പാക്കി കൊടുക്കുന്ന പ്രവൃത്തി വലാലിയത്തിന്റെ പ്രവൃത്തിയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവൃത്തിയാണ്. ശരിയായ അടിസ്ഥാനങ്ങൾ പരിശോധിച്ച് അതിന്റെ രേഖയും വളരെ കാലം വെച്ച് ആലോചിച്ചിട്ടും മറ്റുമാണ് തീരുമാനമുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആലുവായിക്കാരൻ യൂസുഫ് സുൽത്താൻ ഒരു തരീഖത്തും കൊണ്ട് പുറപ്പെട്ടു. വളരെയധിക കാലം പല സ്ഥലത്തും പല മഹാന്മാരായിട്ടും ബന്ധപ്പെട്ടിട്ടും പല റെക്കോർഡുകൾ പരിശോധിച്ചിട്ടും അദ്ദേഹത്തിന്റെ തരീഖത്തിനെ സംബന്ധിച്ച് ഒരു രോമത്തിന്റെ കതിര് കണ്ട് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്ന് സമസ്ത പരിശോധിച്ചു. അത് പരിശോധിച്ചിട്ട് ഇല്ല എന്നാ മനസ്സിലായത്. അത് ജനങ്ങൾക്ക് വിവരം കൊടുത്തു. രണ്ടും തന്നെ അത് കെട്ടടങ്ങി ചെയ്തു. ഇങ്ങനെയാണ് പല ജാതി ഫിത്നകളും കാലാവസാനമാണ് വരുന്നത്. പല ജാതി ഫിത്നകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ വയ്യാലെന്നും മനുഷ്യന്മാർ ഓടിക്കൂടരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണോ തീരുമാനമെടുക്കുന്നത്, അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്നു. അത് ആലോചിച്ചിട്ട് അവർ പറയുന്നതായ പറച്ചിലിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ പൂർവീകന്മാരായിരിക്കുന്ന മഹന്മാര് കഴിഞ്ഞുപോയതായിരിക്കുന്ന ആ നടപടി കർമ്മത്തിൽ അവസാനം ഈമാൻ കിട്ടി മരണപ്പെട്ടു പോകുന്ന സാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പണ്ഡിത സമ്രാജ്യത്തിലെ ജ്യോതിർഗോളം കർമ്മശാസ്ത്ര സങ്കീർണതകൾ അനിതര സാധാരണ ദൈക്ഷണിക കരുത്തിൽ കെട്ടടിച്ച് പാണ്ഡിത്യത്തിന്റെ ഗരിമയാർന്ന വ്യക്തിത്വത്തിൽ സമുദായത്തെ നയിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പറഞ്ഞ വാക്കുകൾ, എടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും